ഹലോ എവറി വൺ. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ തസ്നീമാണ്. ഞാനൊരു 110 kg വെയിറ്റ് ഉണ്ടായിരുന്നു വിത്ത് PCO. വെയിറ്റ് കുറച്ചു. ഇപ്പോൾ ഫേസിന് പ്രത്യേകം എക്സസൈസസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഡബിൾ ചിന്നേക്കാളും ആ ലൂസ് ആയിപ്പോയി സ്കിൻ. ഇവിടെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സ്കിന്ന് നല്ല ലൂസാണ്. ആ വെയിറ്റ് കുറച്ച സമയത്ത് വന്ന ഒരു മാറ്റമാണ്. അത് ഫാറ്റ് പൊതുവേ കുറവാണെങ്കിലും സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കുറച്ച് കൂടുതലാണ്. രണ്ട് സൈഡിലും ജോ വിസിബിലിറ്റിയും വേണം. പ്ലസ് ഓൾസോ ഈ ഡബിൾ ചിൻ കുറയ്ക്കണം. സോ ബെറ്റർ എന്ന് പറയുന്നത് ഹൈഫു പ്ലസ് ത്രെഡ്സ് കമ്പൈൻ ചെയ്ത് ചെയ്യുന്നതാണ്. ഹൈഫു ഒരു നോൺ ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള ഫേസ് ടൈറ്റനിങ് പ്രൊസീജിയറാണ്. ഹൈഫു എന്ന് വെച്ചാൽ ഹൈ ഇന്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട്. ഇവിടെ നമ്മൾ അൾട്രാസൗണ്ട് വേവ്സ് വെച്ചിട്ടാണ് സ്കിന്നിൽ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നത്. സ്കിന്നിൽ കൊളാജൻ ബൂസ്റ്റ് ആകുമ്പോഴത്തേക്കാണ് സ്കിൻ ടൈറ്റനിങ് ഉണ്ടാവുന്നത്. സോ ഹൈഫു നമുക്ക് നെക്കിൽ മാത്രമല്ല, നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ കയ്യിലെ ഫാറ്റ് പോയിട്ട് കയ്യിലെ സ്കിന്ന് തൂങ്ങുമല്ലോ, അവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. സ്റ്റാർട്ട് ചെയ്യാം. ചെറുതായിട്ട് നമുക്കൊരു പിൻ പ്രിക്കിംഗ് ഫീൽ ഉണ്ടാവും. മൈൽഡ് സെൻസേഷൻ ആയിരിക്കും. അതല്ലാതെ വേറെ വേദനയോ അങ്ങനെയോ ഒന്നും ഉണ്ടാക്കത്തില്ല. 30 to 65 ആണ് ഐഡിയൽ ഏജ് ഗ്രൂപ്പ് ഫോർ ഹൈഫു. ഇപ്പൊ എല്ലാവരും മുഖത്തിലൊരു വിസിബിൾ ചേഞ്ചസ് വരാൻ വെയിറ്റ് ചെയ്യില്ല, അതിന് മുന്നേ തന്നെ ഹൈഫു ചെയ്യുന്നവരാണ്. ഇത് ബിക്കോസ് ദിസ് ഇസ് ആൻ ഓഫീസ് പ്രൊസീജിയർ. സെയിം പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് സെയിം ഡേ തന്നെ നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് റെസ്യൂം ചെയ്യാം. ഇവിടെ നമ്മൾ നാച്ചുറലി തന്നെ നമ്മുടെ ബോഡിയിലെ കൊളാജൻ സ്റ്റിമുലേഷൻ ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റിസൾട്ട്സ് 1 month എടുക്കുന്നത്. ഓൾസോ നമുക്ക് ഈ റിസൾട്ട്സ് 1 year വരെയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എവറി ഇയർ ഇഫ് യു ക്യാൻ റിപ്പീറ്റ്, ദാറ്റ് ഇസ് ബെനിഫിഷ്യൽ.